ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീമും ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് 120 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 120 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീം വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. ബിസ്ക്കറ്റും ക്രീമും ഒന്നിച്ചല്ല നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയ കേക്കിൽ ക്രീമും ബിസ്ക്കറ്റും ഒന്നിച്ചാണ് പൊടിച്ചിരുന്നത്. പക്ഷേ ഇതിലെ ക്രീം നമുക്ക് മാറ്റണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ക്രീം ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഫ്ലേവറിലുള്ളത് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി മുതൽ നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ബിസ്ക്കറ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പിന്നെ പുറത്തുനിന്ന് വിപ്പിംഗ് ക്രീം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിലെ ക്രീം എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിയുന്നത് വരെ നമ്മളിത് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റും പഞ്ചസാരയും പൊടിച്ചത് ഇപ്പോൾ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാൽ വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ബട്ടർ ഫോയിൽ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദയൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഏത് പാത്രത്തിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ചെറിയൊരു കേക്കാണ്, അപ്പോൾ ചെറിയൊരു പാത്രം എടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹോളൊന്ന് അടച്ചു കൊടുക്കണം. ഞാനൊരു പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് പാനിലേക്കാണ് ഞാനിപ്പോൾ ഇത് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിൽ ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ക്രീം ഉണ്ടല്ലോ, ബിസ്ക്കറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടാവും കേട്ടോ നിൽക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് സ്മൂത്തായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ബീറ്റ് ചെയ്യാൻ ഭയങ്കര ടഫായിരിക്കും കേട്ടോ, പിന്നെ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇത് ഈ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവായിട്ട് കിട്ടും. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഒന്ന് കുക്കായൊന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ ഇത് ക്ലിയറായി വന്നിട്ടുണ്ട്. കേക്കൊക്കെ ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കേക്കൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അരികുവശമൊന്നും കട്ട് ചെയ്തൊന്നും മാറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ വലിയ കേക്കായതുകൊണ്ട് നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ബിസ്ക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയ വിപ്പിംഗ് ക്രീം ആണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൊണ്ട് റോസ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് വൈറ്റ് ആൻഡ് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ചോക്ലേറ്റ് ചിപ്സ്. പിന്നെ നമുക്കൊരു ചെറിയ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റുമാണ്. മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കേക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ
ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. കണ്ടാൽ തന്നെ മനസ്സിലായിരിക്കും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്